ജെറമിയ 42 അധ്യായം. ഈജിപ്തിലേക്ക് പലായനം. പടത്തലവന്മാരും കരേയായുടെ മകൻ യോഹനാനും ഹോഷായായുടെ മകൻ അസറിയായും വലിപ്പച്ചെറുപ്പമെന്യേ സകല ജനവും വന്ന് ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങളുടെ അപേക്ഷ കേട്ടാലും അവശേഷിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക. വലിയ ജനമായിരുന്ന ഞങ്ങളിൽ കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നു നീ കാണുന്നുവല്ലോ. ഞങ്ങൾ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യങ്ങളും നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകട്ടെ. ജെറമിയ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭ്യർത്ഥനയനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. അവിടുന്ന് നൽകുന്ന മറുപടി നിങ്ങളെ അറിയിക്കാം. ഒന്നും മറച്ചു വയ്ക്കുകയില്ല. അവർ ജെറമിയായോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് നീ വഴി കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കാതിരുന്നാൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്കെതിരെ സത്യസന്ധനും വിശ്വസ്തനുമായ സാക്ഷിയായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ അയക്കുന്നു. അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ, ഞങ്ങൾ അനുസരിക്കും. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾക്ക് ശുഭം ഭവിക്കും. 10 ദിവസം കഴിഞ്ഞ് ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ചു. അവൻ കരേയായുടെ മകനായ യോഹനാനെയും പടത്തലവന്മാരെയും വലിപ്പച്ചെറുപ്പമെന്യേ സകല ജനത്തെയും വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, ആരുടെ അടുക്കൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അയച്ചുവോ, ഇസ്രായേലിൻ്റെ ദൈവമായ ആ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ ദേശത്തു തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണിതുയർത്തും, ഇടിച്ചു തകർക്കുകയില്ല. ഞാൻ നിങ്ങളെ നട്ടുവളർത്തും, പിഴുതുകളയുകയില്ല. എന്തെന്നാൽ നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ബാബിലോൺ രാജാവിനെ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് അരുളി ചെയ്യുന്നു, അവനെ നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അവനിൽ നിന്ന് മോചിപ്പിക്കും. ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അങ്ങനെ അവൻ നിങ്ങളോട് ദയാപൂർവം പെരുമാറുകയും നിങ്ങളുടെ ദേശത്തു തന്നെ വസിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾ ഈ ദേശത്ത് വസിക്കുകയില്ല, കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയുമില്ല. ഞങ്ങൾ ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കും. അവിടെ യുദ്ധമോ യുദ്ധകാഹളമോ ഇല്ല, ക്ഷാമം ഉണ്ടാവുകയുമില്ല എന്നു നിങ്ങൾ പറഞ്ഞാൽ, യൂദായിൽ അവശേഷിച്ചിരിക്കുന്നവരെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാനാണ് നിങ്ങൾ ഉറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന വാൾ ഈജിപ്തിൽ വെച്ച് നിങ്ങളുടെ മേൽ പതിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം നിങ്ങളെ വേട്ടയാടും. അവിടെ വച്ച് നിങ്ങൾ മരിക്കും. ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാൻ തീരുമാനിക്കുന്ന സകലരും അവിടെ വച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും മൂലം മരിക്കും. ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല, ആരും അവശേഷിക്കുകയില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജെറൂസലേം നിവാസികളുടെ മേൽ എൻ്റെ കോപവും ക്രോധവും നിബദിച്ചതുപോലെ ഈജിപ്തിലേക്ക് പോകുന്ന നിങ്ങളുടെ മേലും എൻ്റെ ക്രോധം ഞാൻ വർഷിക്കും. നിങ്ങൾ ശാപത്തിനും വിഭ്രാന്തിക്കും ഇരയാകും, നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രമാകും. ഇവിടം ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. യൂദായിൽ അവശേഷിക്കുന്നവരെ, നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. സംശയിക്കേണ്ട, വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുന്ന് പറയുന്നതെല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കലേക്ക് എന്നെ അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാരകമായി വഞ്ചിക്കുകയായിരുന്നു. ഇന്നു ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വ്യക്തമായി അറിയിച്ചു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നിങ്ങൾ ചെവിക്കൊണ്ടില്ല. നിങ്ങളെ അറിയിക്കാൻ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യവും നിങ്ങൾ അനുസരിച്ചില്ല.
ആകയാൽ നിങ്ങൾ ചെന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് വച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് ഉറച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം.